ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചട്ടിയിൽ വളർത്താവുന്ന അല്ലെങ്കിൽ ഇതേപോലെ ബക്കറ്റിലൊക്കെ വളർത്താൻ പറ്റുന്ന കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കൃഷി ലോകം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ഓസ്ട്രേലിയൻ സെബേഡിയൻ ചെറിയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മൾ പ്ലാന്റ് കാണിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ സെബേഡിയൻ ചെറി. നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് കളക്ഷനിൽ ഒരാളും കൂടി ഒരു ചെടിയും കൂടി നമുക്ക് ഫ്രൂട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി വർദ്ധിക്കാനും ഒക്കെ വളരെ നല്ലതാണെന്ന് പറയാം. കുട്ടികളും പ്രായമായവർക്കും കഴിക്കാം. ഇപ്പോൾ ബുദ്ധി കൂടുതൽ ഓർമ്മശക്തിയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പറാണെന്ന് പറയണം. മണ്ണുത്തിയിലുള്ള അഖിൽ എക്സോട്ടിക്കയിൽ പോയപ്പോൾ അവിടുത്തെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ നമ്മൾ കുറച്ച് ഐറ്റംസ് അതിൽ കൊണ്ടുവന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല, 1 year ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതിനു മുമ്പ് ആൾ ഇത്രയും വളർച്ചയും കാര്യങ്ങളും കാണിക്കേണ്ടായില്ല. നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം നല്ല ഊർജിതമായിട്ട് വളർന്നു വരെയും അതുപോലെ കണ്ട ഇതൊക്കെ പൂവാണ്. ഇവിടെ പൂവുണ്ട്, ഇവിടെയും പൂവുണ്ട്, ഇവിടെ പൂവുണ്ട്, പല ഭാഗത്ത് പൂവും. അതുപോലെ തന്നെ നമുക്കിവിടെ ഞാൻ ശരിക്കും പൂ കുത്തിയത് കണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ കായ പഴുത്തത് കണ്ടിട്ടുണ്ടായില്ല. ഇന്നലെയാണ് ഇത് കണ്ടത്. പെട്ടെന്ന് തന്നെ അയ്യോ എന്തായാലും പഴുത്തു കാര്യങ്ങൾ എനിക്ക് ഇന്നിപ്പോൾ കണ്ടപ്പോൾ ശരിക്കും പഴുത്തുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ കിളികൾ ഉള്ള ഇങ്ങനത്തെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടണ കാരണം. അപ്പോൾ ഈ തൊപ്പിത്തലച്ചിന്ന് ഞങ്ങളിവിടെ പറഞ്ഞ തലയിൽ തൊപ്പിയുള്ള ഒരു കിളി ആൾ വന്ന് ഇത് കൊത്താനുള്ള പരിപാടിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓടിച്ചത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം കാര്യങ്ങളെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ ഞാനൊന്ന് നല്ല ഫ്രൂട്ട് നല്ലതാണല്ലേ. പക്ഷെ ഞാൻ അവിടെ കഴിച്ചിട്ട് എന്തോ ഒരു അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കൊരല്പം നല്ല ഫ്രൂട്ടാ, ഐക്യു കൂടട്ടെ എന്ന് കരുതി ഇതിൻ്റെ അകത്താണ് ഇങ്ങനെ സീഡ്. അത് നമുക്ക് മുളപ്പിക്കാം. ഓറഞ്ചിൻ്റെ കുരു പോലെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു രസമാണ്. ഓവർ മധുരം അങ്ങനെയൊന്നും അല്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 2 ദിവസം കഴിയുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ കിളി കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഐക്യു ഫ്രൂട്ട് ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഓറഞ്ച് കളറിലെ അതാണ് വരുന്നത്. ആദ്യം പച്ച കളറ്, പിന്നെ ഒരു ഓറഞ്ച് കളറ്, നന്നായിട്ട് വരുമ്പോൾ ഒരു ചുവന്ന പോലത്തെ ഒരു കളറിലേക്ക് വരും. അപ്പോൾ നമ്മൾ വേഗം പറിച്ച് തിന്നോളണം. കാര്യം ഇത് ഐക്യു കൂടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ വെറുതെ കിളിക്ക് കൊടുക്കണ്ട. അതെ അതെ, നമ്മുടെ തന്നെ കൂടിക്കോട്ടെ. അപ്പോൾ പിള്ളേർക്കും പ്രായമുള്ളവർക്കും ഒക്കെ നല്ലതാണ്. ഇതിപ്പോൾ ഞങ്ങൾ താഴെ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് മണ്ണിലും വെക്കാം, അല്ലെങ്കിൽ ചട്ടികളിൽ വെച്ചാൽ മതി. ചെറിയ ചെടിയല്ലേ. അപ്പോൾ ഇത് ശരിക്കും വിടർന്ന് വരെ നിറച്ച് കായുണ്ടായി കിട്ടും. നമ്മളിപ്പോൾ ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, മറ്റേ പോട്ട് അങ്ങനെ ചെടിച്ചട്ടികളും കാര്യങ്ങളുമായിട്ട്. അവിടെ എല്ലാവിധ ചെടിച്ചട്ടികളും ഉണ്ട്. അതിൽ നമുക്ക് ഇത്തിരി വലിപ്പമുള്ള ചെടിച്ചട്ടി മേടിച്ചാൽ അതിൽ വെച്ച് കൊടുത്താൽ സൂപ്പർ. അതിലും ഒരു മിനിമം മണ്ണും ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൂടുതലും ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. ലിക്വിഡ് വളങ്ങൾ കൊടുക്കുമ്പോഴാണ് ഇവർ പെട്ടെന്ന് കായ്ക്കുകയും നല്ല വളർച്ചയിലും കാര്യങ്ങളും വരും. ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ശരിക്കും ഈ തവണ കായ്ക്കേണ്ടതാ. പൂത്തട്ടില്ല, പൂക്കുമായിരിക്കും. നിറച്ച് ശിഖരങ്ങളും കാര്യങ്ങളുമായി. അപ്പോൾ ഇതിൻ്റെ കുരു നമുക്ക് മുളപ്പിച്ച് നോക്കാം അല്ലേ? അതെ, മുളയ്ക്കും. ചെറിയ കുഞ്ഞി സാധനമാണ് ഒരു കുരു. ഇപ്പം ഞാനത് കണ്ടില്ലെങ്കിൽ പോയാനെ. ഞാൻ നേരത്തെ കണ്ടായിരുന്നു. കിളി വന്ന വഴി കുത്തിക്കൊണ്ടു. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ്. ഇത് നമുക്ക് ചട്ടിയിൽ തന്നെ വളർത്തണമെന്നാണ് ഞാൻ പറയുക. കണ്ട ഇതിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ടൊക്കെ കണ്ട നിറയെ ഉണ്ടാകുന്നുണ്ട്. നോക്കൂ. അപ്പോൾ ഈ പ്ലാന്റ് ബെയറാപ്പിളാണ്. അത് എലന്തപ്പഴം എന്ന് പറയില്ലേ, പ്രമേഹത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണിത്. ഇത് നമ്മൾ ചട്ടിയിൽ വളർത്തി കഴിഞ്ഞാലാണ് ഇതേപോലെ ഉണ്ടാകുക. പലരുടെയും എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ പലരും പറഞ്ഞു ഇത് ചട്ടിയിലായിരുന്നപ്പോൾ നിറയെ കായ്കളുണ്ടായി, പിന്നെ പുറത്ത് കൊണ്ട് മണ്ണിൽ നട്ട് കഴിഞ്ഞപ്പോൾ അത് കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് വാങ്ങിച്ചത് നമ്മളിത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? കൊല്ലത്തുള്ള വിജയൻ ചേട്ടൻ്റെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇത് ചട്ടിയിൽ വളർത്തുന്നത് ആണ് നല്ലത്. ബക്കറ്റ് അതുപോലുള്ള എന്തിലെങ്കിലും വെച്ചാൽ മതി, അതാണ് നല്ലത്, എന്നാലാണ് കായ് പിടിക്കുക എന്ന് പറഞ്ഞത്. ഇത് ഗ്രാഫ്റ്റ് തൈയാണ്. അപ്പോൾ ഇത് മൂന്ന് വെറൈറ്റിയാണ്. അതിപ്പോൾ നമ്മൾ കറക്റ്റ് കഴിച്ചു. ഒരെണ്ണം മാത്രമാണ് നമ്മൾ കഴിച്ചത്. ഇവിടെ കണ്ടോ?
ഇവിടെ ഇതാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. മധുരമുള്ള ഒരു ഫ്രൂട്ട് അല്ല, പക്ഷേ നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണല്ലോ. ഇതിലും നമ്മൾ ജൈവ സ്ലറിയാണ് ഇതിൽ കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതേണ്ട ഇതിൻ്റെ ഷേപ്പ് വേണ്ട. ഇത് വേറെ ഇനമാണ്. പലതരം ഇലന്തപ്പഴം ഉണ്ട്, പച്ച അങ്ങനെയൊക്കെ പറഞ്ഞ് പച്ച ഉണ്ട്, വേറെ അതെ ഇതിൻ്റെ വെറൈറ്റികളിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ 3 എണ്ണം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഇത് നമ്മളിവിടെ നട്ടിരിക്കുന്നത് പെയിൻറ്റിൻ്റെ ബക്കറ്റിലും അതുപോലെ സാധാരണ പ്ലാസ്റ്റിക് ചട്ടിയിലുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പുതുതായിട്ട് നടാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു രീതിയിൽ നട്ടാൽ മതി. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിൽ ഹോൾസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നട്ടാൽ അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ബേറാപ്പിൾ തന്നെ ഈ ഒരു സംഭവം തന്നെ നമ്മൾ ഇവിടെ മണ്ണിൽ നട്ടിട്ടുണ്ട്. മണ്ണിൽ നട്ടിട്ട് അതെങ്കിൽ പൊങ്ങിപ്പോകുന്നു, അല്ലാതെ അങ്ങനെ കായ പിടുത്തം കുറവാണ്. നല്ല സൺലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളടുത്ത് വേണം വയ്ക്കാം കേട്ടോ. ഇങ്ങോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബേറാപ്പിൾ. ഇത് താഴെ നിൽക്കുന്നത് 4ാമത്തെ പ്ലാന്റാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇതേവരെ ഒരു കായ പോലും നമുക്ക് ഇത്രയും വലിപ്പത്തിലായിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇലയിൽ പുഴുക്കൾ വന്ന് അതിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനോട് ഇലയിൽ കണ്ട എന്തോ ഇങ്ങനെ നിരങ്ങിയ പോലൊരു വരവര പോലെ പാട് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഞാനിത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിലെ പുഴുവിനെ ഇങ്ങനെ നെക്കിക്കളയും. അപ്പോൾ നമുക്ക് ആ ഇലകളൊക്കെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഫ്രൂട്ട് ആ പ്ലാന്റുകളിൽ ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് നന്നായിട്ട് കിട്ടി തുടങ്ങിയത്. കാര്യം ഒരുപാട് കായ്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതൊക്കെ കിട്ടിയില്ലെങ്കിൽ കഷ്ടമല്ലേ. ഇത് കണ്ട ഇതിലൊക്കെ എന്താണ് പ്രാണിയല്ലേ, എന്തോ ഒരു സാധനം വന്നിരുന്നു. അപ്പോൾ അതിനെ ഞാൻ നശിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെ നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചെറിയ പച്ച കളറുള്ള പുഴുക്കളാണ് ഞാനിതിൽ കാണുന്നത് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ നമ്മുടെ ഇലകൾ വളർന്നു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ കായ്കളുടെ നീരൂറ്റി കുടിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് കായ്കളൊക്കെ അവിടെ പിടിച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിന് നമ്മൾ ബേറാപ്പിളിൽ ചെയ്യുന്ന വളപ്രയോഗം എന്താണെന്ന് പറയാം. നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്ത് കുറച്ച് കരിയില പൊടിഞ്ഞതും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കുറച്ച് ദിവസം ഇട്ടതിന് ശേഷം അതാണ് നമ്മൾ ചട്ടിയിൽ നിറച്ചിരിക്കുന്നത്. ചട്ടിയിൽ ഇവിടെയൊക്കെ വലിയ ബക്കറ്റ് ആകുമ്പോൾ മുഴുവനും നമ്മൾ നിറച്ചിട്ടില്ല. ഇതിൽ ഏകദേശം ഒരുമാതിരി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിറച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് മണ്ണും വളവുമായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 ദിവസമെങ്കിലും കിടന്നതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിൽ നിറച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ വളർച്ചയ്ക്കായിട്ട് നമ്മൾ ഇതുപോലെ കായ പിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ജൈവ സ്ലറി, അതായത് നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിക്കുന്ന വളങ്ങൾ നമ്മൾ പലതും നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് തരാം. അത് തയ്യാറാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ജൈവ സ്ലറി മസ്റ്റായിട്ട് ഞങ്ങളിവിടെ 2-3 പ്രാവശ്യമൊക്കെ ഒഴിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ കായകളുണ്ടാകും. നമുക്ക് എന്താണ് ഫ്രൂട്ട്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. ഇതിന് നല്ല ഒരു ഫ്രൂട്ടാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഷുഗർ കാര്യങ്ങളില്ല, അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്നത് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ടുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് കുറേ പപ്പങ്ങ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കേട്ടോ. എന്നിട്ട് അവസാനം പപ്പ ഒടിഞ്ഞു പോയി, അതിൻ്റെ വെയിറ്റ് കാരണം. അതാണ് അനുഭവം കേട്ടോ. ഒരുപാട് പപ്പങ്ങ കിട്ടി. ഓരോ സീസണിലും ഓരോരോ ഫ്രൂട്ട്സുകൾ നമുക്ക് മാറി മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കണ്ടല്ലോ പുറത്തുനിന്ന്. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ ചെറിയാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് നമ്മുടെ അമ്പഴം. അമ്പഴം എന്ന് പറഞ്ഞാൽ സാധാരണ അമ്പഴമല്ല. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു അമ്പഴത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഞങ്ങളുടെ അമ്പഴം ഭയങ്കര ഹൈറ്റിൽ പോകുന്നു എന്നുള്ളത്. നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറ്റി അമ്പഴം അല്ലെങ്കിൽ ചട്ടിയിൽ വളർത്താവുന്ന അമ്പഴം എന്ന് പ്രത്യേകം ചോദിച്ച് തന്നെ വാങ്ങിക്കുക. നമ്മുടെ നാടൻ അമ്പഴമാണെങ്കിൽ ഒരുപാട് ഹൈറ്റിൽ പോയിട്ട് ഉണ്ടാവുള്ളൂ. ഇത് ചെറുതിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഗ്രോ ബാഗിലോ വലിയ ചട്ടിയിലോ പ്ലാസ്റ്റിക് സംഭവത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലം കുറവുള്ളവർക്കും നമുക്കൊരു അമ്പഴം വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റും. അതൊരു പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ. ഓരോ പഴവർഗ ചെടികളും വെക്കുമ്പോൾ അത് കായ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല. നമ്മുടെ വീട്ടിൽ ഇതുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു അമ്പഴമാണ്. ഇതൊക്കെ പറിക്കാറായി, ശരിക്കും ഇനി പഴുത്തു പോകും ഇത്. എന്നാലും അതങ്ങനെ കളയാതെ നിർത്തിയിരിക്കുകയാണ്. അതായത് കണ്ട ഓരോ പ്രാവശ്യവും ഉണ്ടായതിന് ശേഷം കായുണ്ടായി നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ചെനപ്പ് വരികയും അതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കായ്കളുണ്ടായി തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചെടി. നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വെക്കാൻ പറ്റിയതാണ്. നമുക്ക് അതിൻ്റെ വളർച്ച കൂടാതെ നമുക്ക് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഹൈറ്റ് കുറച്ച് നമുക്ക് ഫലം കിട്ടുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ചട്ടിയിൽ വളർത്താവുന്ന മറ്റൊരു ചെടിയാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് നല്ല കായൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് കായ് നന്നായിട്ട് പഴുത്തതിന് ശേഷം നല്ല പഴുപ്പാവണം കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ അത്ര പഴുപ്പായിട്ടില്ലായിരുന്നു. പഴുത്തതിന് ശേഷം നമ്മൾ എന്ത് പുളിയുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്നും വേണ്ട, ഒരു പുളിയും കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വായ്ക്കൊരു നല്ലൊരു മധുരം ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത് കേട്ടോ. നല്ലൊരു മധുരം ഫീൽ ചെയ്തു. ഇത് നമുക്ക് ചട്ടിയിൽ വളർത്തി അത്യാവശ്യത്തിന് പ്രൂൺ ചെയ്ത് ഹൈറ്റ് ക്രമീകരിച്ച് നമുക്ക് വളർത്താവുന്ന ഒരു പഴവർഗ ചെടിയാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ കായ്കളൊക്കെ കഴിഞ്ഞു. നമ്മൾക്ക് ഇതിന് കുരുവിട്ട് കഴിഞ്ഞാൽ ഇത് കിളുത്ത് കിട്ടും. ഞങ്ങളിത് ടെസ്റ്റ് ചെയ്തു. ഇന്നാളെ ഞങ്ങൾ പറഞ്ഞില്ലേ കുരു നമ്മളെടുത്ത് പാകാൻ പോകുന്നു. അത് പാകി അതൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കൊരു ലോവിക്കായും കിട്ടി. നല്ല റെഡ് കളറായിരുന്നു. കാര്യം കപ്പ ഇങ്ങനെ ഒടിഞ്ഞു പോയെങ്കിലും ഞങ്ങളതിനെ അതേപടി നിലനിർത്തി ഇത് മൂത്ത് കിട്ടണ വരെയെങ്കിലും കൊണ്ടു നടക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഒരു കുഴപ്പമില്ല, ഒരാഴ്ചയായി. എന്നാലും പ്രശ്നമൊന്നുമില്ലാതെ 2 ഞങ്ങൾക്ക് പഴുത്ത് കിട്ടി. ബാക്കിയുള്ളതും മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ചട്ടിയിൽ വളർത്താവുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ബറാബ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ ഇത് സീഡ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിളുത്ത് വരികയും നമുക്ക് ഇതേപോലത്തെ പ്ലാന്റ് ആക്കി എടുക്കുകയും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട് വളർത്താവുന്ന ഒന്നാണ് കേട്ടോ ബറാബ. അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ബക്കറ്റിലൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളം നേരത്തെ പറഞ്ഞ പോലെ വളം ഒരുക്കി അത് നമ്മൾ നിറച്ച് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷം അത് മണ്ണും അതുപോലെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ മിക്സ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ ഇട്ടതിന് ശേഷം അതുപോലെ കുറച്ച് കരിയിലൊക്കെ ഉണ്ടെങ്കിൽ കരിയിലയോ പച്ചിലയോ ഒക്കെ നമുക്ക് ചേർക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതൊരു 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നിറയ്ക്കാനായിട്ട്. അപ്പം നിറയ്ക്കുമ്പം മുകളിൽ വരെ നിറയ്ക്കരുത്, ഒരു പകുതി ഒക്കെ വരെ നിറച്ചതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നട്ട് നമ്മൾ വളരുന്നതനുസരിച്ച് നമുക്ക് ആവശ്യമെങ്കിൽ ചെറുതായിട്ട് വളം ചേർക്കാം. അതേപോലെ തന്നെ കൂടുതലും ജൈവസ്റ്ററി കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ആ രീതിയിൽ നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാം. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമുക്കതിനെ കട്ട് ചെയ്താൽ മതി. ഓരോ പ്രാവശ്യത്തെയും വിളവെടുപ്പിന് ശേഷം അല്ലെങ്കിൽ കായ്കൾ ഉണ്ടായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നിർത്താം. ഇതിപ്പോൾ നമ്മളിവിടെ കാട് പോലെ മണ്ണിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ടും ചട്ടിയിൽ വളർത്താവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ നല്ല വളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. പലരും ഇതിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നല്ല വളവും കാര്യങ്ങളും ഒന്നും കെയർ ഇല്ലാത്തതിൻ്റെ ആണ് കേട്ടോ അത്. അപ്പോൾ എനിക്കിത് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും എല്ലാ ടേസ്റ്റും ഒരുപോലെ ഇഷ്ടമല്ലല്ലോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചെറുതായിട്ട് പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അവർക്ക് വെച്ച് പിടിപ്പിക്കാനും ആഗ്രഹിക്കുന്നൊരു ഫ്രൂട്ടാണ്. പഴുത്ത് കഴിഞ്ഞ് നല്ല ഓറഞ്ച് റെഡ് പോലത്തെ ഒരു കളറിലേക്ക് വരും, അല്ലെങ്കിൽ മഞ്ഞ, പിന്നെ ആദ്യം വരുന്നത് പച്ച നിറമാണ്. പച്ച നിറമുള്ള കായും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. നന്നായിട്ട് കടും മഞ്ഞ നിറമാകുമ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്നാൽ മാത്രമേ ടേസ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇതിൽ കാണുന്ന മഞ്ഞ നിറമുള്ള ഫ്രൂട്ടിന് അത്രയ്ക്കും ആ മധുരവും ആ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ കിട്ടത്തില്ല. ഞാനീ പറയുന്ന രീതിയിലുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലോണം കളറുണ്ടാവണം കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത പ്ലാന്റ്. നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ചട്ടിയിൽ വളർത്താവുന്ന പ്ലാന്റുകളെ കുറിച്ചുള്ള കുറച്ച് പ്ലാന്റുകളാണ് ഞങ്ങളുടെ വീട്ടിലുള്ള പ്ലാന്റുകൾ. എന്തായാലും കായ്കൾ ഉണ്ടായിട്ട് ഈ അടുത്തുണ്ടായ പ്ലാന്റുകളാണ് നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് വന്നത്. അതാണ് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയും നമുക്കൊണ്ട് ചൈനീസ് ഓറഞ്ചൊക്കെ നമുക്ക് ചട്ടിയിൽ വളർത്താവുന്നതാണ്. നമ്മൾ ചട്ടിയിൽ വളർത്തുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ചെടിയുടെ വളർച്ചയും അതുപോലെ കുറവായിരിക്കും. അപ്പോൾ മണ്ണിൽ വളർത്തുന്ന അത്രയും കായ്കൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കായ്കൾ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഉറപ്പായിട്ടും അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തതരം ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇതും നമുക്ക് മാറി മാറി എപ്പോഴും തന്നെ കായ്കളുണ്ടാകും. മിക്കവാറും ഓൾ സീസണിൽ നമുക്ക് പറയാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഓരോ പ്രാവശ്യത്തെയും കായ്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പൂക്കും, നിറച്ച് പൂക്കും, പിന്നെ നിറച്ച് കായ്കളുണ്ടാകും. ഇതിപ്പോൾ കുറേ പ്രാവശ്യം ഞങ്ങൾ പറിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സ്റ്റീവൻ ചേട്ടൻ ഇവിടെ പറമ്പിൽ വരുമ്പോൾ ഇത് പറിച്ച് കവറിലിട്ട് കൊണ്ടുവരും. ഞാനൊരു 10-15 എണ്ണമൊക്കെ എടുത്ത് തിന്നും. നമ്മൾ ഇതിന് മൊത്തം വളം കൊടുക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ചാണകം കൊടുത്തിരിക്കുന്നത് എല്ലാ ചെടികൾക്കും കൊടുത്ത മാതിരി ചാണകവും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഇപ്പോൾ വർഷങ്ങളായ ചെടിയാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ തണ്ടുകളാണ് കൂടുതലും നീളം വെച്ച് പുറത്തേക്ക് തന്നെ കൂടുതൽ ഹൈറ്റിലേക്ക് പോക്ക് കുറവാണ്.
അപ്പോൾ നമുക്ക് സൗകര്യക്കുറവുണ്ട്, കാര്യങ്ങൾ പൊക്കം കൂടുതൽ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്ത് നമുക്ക് വലിപ്പവും പൊക്കവും അതുപോലെ സൈഡിലേക്ക് വളരുന്നതും എല്ലാം ക്രമീകരിക്കാം. ഞങ്ങളിപ്പോൾ ഇത് പറമ്പിൽ നിൽക്കുന്നത് കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ഇതൊരു ചെറിയ കുറ്റിച്ചെടി പോലെ ഇപ്പോഴും നിൽക്കുന്നത്. ഇത്രയും വർഷങ്ങളായതാണ്. ഇത് കണ്ടിട്ട് ടേസ്റ്റ് ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിപ്പോൾ ഇത് ടേസ്റ്റ് ഇല്ലാത്ത ചെടിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ഇത് ഇഷ്ടമായിരിക്കില്ല. നമുക്കിത് കുഴപ്പമില്ലാത്തൊരു ചെടിയാണ്. ഞങ്ങളിത് വീണ്ടും വീട്ടുപറമ്പിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായി വരുന്നു. അടുത്ത കൊല്ലത്തേക്ക് കായ്ഫലം കിട്ടും നമുക്ക്. കാരണം നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചെടീനെ വീട്ടിലേക്കും പറിച്ച് നടയും കാര്യങ്ങളും ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന് കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.